ഞാനും എറണാകുളത്ത് പോയി നാളെ ഉച്ചയ്ക്ക് ഓഫീസിലെത്തും. നീ രാവിലെ പുറപ്പെടില്ലേ? അപ്പൊ ശരി. അങ്ങനെ തോന്നിയത് നന്നായി. ഉറുപ്പ് ഇവിടെ വന്ന് അടിയും കാലും പിടിക്കും എങ്ങനെയെങ്കിലും നടത്തിത്തരാൻ. ഇവിടെ വരണത് തന്നെ തന്റെ പ്രതാപത്തിന് യോജിക്കണതല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണല്ലോ കൃഷ്ണക്കുറുപ്പ്. പറയാതെ എങ്ങനെ അവരറിയാ? ഞാൻ അത്ര പൊട്ടനോ? ഇങ്ങനെ ചെറിയൊരു ചാൻസ് ഉണ്ടെന്ന് മാത്രമേ എഴുത്തച്ഛൻ പറയൂ. ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് വേണ്ട എന്താച്ചാ ചെയ്യണമെന്ന് വേണു പറഞ്ഞ വിവരം അവിടെ കിട്ടും. അയാള് വന്നാൽ ആദ്യം ഒന്ന് ഒലുമ്പും ഞാൻ. വരട്ടെ. ഏതായാലും നാരായണിക്കും ദേവിക്കും ഇവിടെ ഉള്ളവരെന്ന് വെച്ചാ ജീവന. അത് പറയാണ്ട് വയ്യ. രാജൻ നാളെയല്ലേ പോവുള്ളൂ. അതിനു മുമ്പ് കുറുപ്പിനെ വരുത്തിക്കോളാം. കാര്യം എന്തായാലും ആ പെണ്ണ് ദേവി ഭാഗ്യം ചെയ്തോളാം. കളിതമാശ പറഞ്ഞു പറഞ്ഞ് അവസാനം കുഴപ്പത്തിൽ ചാടി അല്ലേ രാജ? എന്തു കുഴപ്പം? കാര്യങ്ങൾ അങ്ങോട്ട് തുറന്നു പറയായിരുന്നില്ലേ? വിവരമുള്ള ആളല്ലേ. എന്തു പറയാൻ? എന്ത് പറയാന്നോ? അവളെന്ന് മാത്രം ധ്യാനിച്ചിരിക്കണ വേറൊരാളുണ്ട്, നീ. എന്നങ്ങോട്ട് തുറന്നു പറയാ. അതന്നെ. വേണുവേട്ടൻ പെട്ടെന്ന് വേണുവേട്ടൻ ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല മാലേച്ചി. എന്നാലും പിന്നെങ്കിലും നിനക്ക് സ്വകാര്യത്തിൽ പറയായിരുന്നില്ലേ? വേണുവേട്ടന്റെ സന്തോഷം കണ്ടപ്പോ ഒക്കെ അടക്കി പിടിക്കണ സ്വഭാവമുള്ള ആളാ. എന്നിട്ടും ആവേശം കണ്ടില്ലേ? ഇവിടെ വന്ന ശേഷം വേണുവേട്ടൻ ആളാകെ മാറി. നമ്മൾ എങ്ങനെ പറയും? ഇവിടുന്ന് ഓരോ കാര്യത്തിന് എഴുതുമ്പോഴും ചോദിക്കുന്ന പണം എടുത്തോളാൻ പറയും. ഒന്നിനും ഒരു ചോദ്യവും ഇല്ല. അതിന് നീ പണിയെടുക്കണില്ലേ? ശമ്പളം മാത്രമാണോ പറ്റണ്? വർക്കിംഗ് പാർട്ട്ണർഷിപ്പ്, ഹോട്ടൽ പ്രോജക്റ്റിൽ ഞാൻ ചോദിക്കാതെ തന്നെ ഷെയർ, അങ്ങനെ എന്തൊക്കെ. ശിവേട്ടൻ അത്ര സഹായിച്ചിട്ടുണ്ടാവും. ശിവേട്ടൻ പണം മാറണ കാലത്ത് കൂടെ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? എടാ, അവൾക്കെന്തു തോന്നും? തേനെ പാലേന്നും പറഞ്ഞ ആഴ്ചയിൽ നിന്റെ 3 കത്ത്. എനിക്കൊന്നും അറിയില്ലെന്നാ നീ വിചാരിച്ചിരിക്കണേ? നിനക്ക് വയ്യെങ്കിൽ ഞാൻ വേണുവിനോട് പറയാം. പിന്നീട് ഒരിക്കൽ ഇത് കേട്ട് കേൾപ്പിച്ച് വേണു അറിഞ്ഞാലോ? അപ്പോ അതിലേറെ കുഴപ്പാവില്ലേ? പറയാം. എന്താ തിരക്ക്? എന്തോ കോൾ അടിച്ചിട്ടുണ്ട്. ഷെയർ മാർക്കറ്റിലെ സൂത്രങ്ങള് എനിക്കൊന്ന് പഠിപ്പിച്ചതാ വേണു. ഫോണിൽ സസ്പെൻസിൽ നിർത്തിയപ്പോ എന്താ കല്യാണം വല്ലതും നിശ്ചയിച്ചോ? എന്താ എനിക്കൊന്നും പാടില്ലേ? എപ്പോഴാ? എവിടുന്നാ? മുമ്പ് എറണാകുളത്ത് വന്ന കേസാണോ? അതല്ല, അത് ഞാൻ കൊണ്ടുവന്നല്ലേ. അത് അമേരിക്കയ്ക്ക് പോയി. ഇത് പറയാം. ഒരു സെക്കൻഡ്. നീ എന്താ രാവിലെ വരാത്തത്? രാവിലെ പുറപ്പെടാൻ പറ്റിയില്ല. പിന്നെ അച്ഛൻ അവരുമായിട്ട് വല്ല ഡിസ്കഷനും? മാലേച്ചി ഒരു കത്ത് തന്നിട്ടുണ്ട്, വിവരം അതിലുണ്ട്. സംസാരത്തിലെ പലതൊക്കെ എഴുത്തിലുണ്ടാവും അല്ലേ? വാ, നമ്മുടെ 2-3 കമ്പനിക്കാരേ ഉള്ളൂ, വലിയ പാർട്ടിയൊന്നുമില്ല. നല്ല ഹാൻഡ് റൈറ്റിംഗ്. എന്നിട്ട് കാര്യം പറഞ്ഞില്ല? കല്യാണം ഒരു മഹാസംഭവമൊന്നും അല്ലല്ലോ, ആലോചിക്കുന്നുണ്ട്. ഞാനിന്ന് വിളിച്ചത് എന്റെ ഈ ഹോട്ടൽ പ്രോജക്റ്റ് ഇല്ലേ, അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി ഫ്ലോട്ട് ചെയ്യുന്നു. റിസർവ് ബാങ്ക് പെർമിഷൻ അപ്ലൈ ചെയ്യുന്നു. നമ്മുടെ എല്ലാ ഫ്രണ്ട്സും അവരുടെ ഫ്രണ്ട്സും ചേർന്ന് ബ്ലോക്ക് ആയിട്ട് എടുത്താലേ അതൊരു സക്സസ് ആവും. രാജേട്ടാ, ഒരു ചായ കുടിച്ചിട്ട് വരട്ടെ? മുതലാളി ഇപ്പൊ വരില്ലല്ലോ.
Bloody fool. അതാദ്യം എന്നോട് പറയാമായിരുന്നില്ലേ? 4 മുഴം നാവുള്ള നിന്റെ ഏട്ടത്തിക്ക് അപ്പൊ തന്നെ ഒരു ഹിന്റ് തരാമായിരുന്നില്ലേ? എല്ലാവരും നിർബന്ധിച്ചപ്പോ ഞാനൊരു സാക്ഷ്യം പറഞ്ഞൊന്നല്ലാതെ പ്രേമത്തിൽ തലകുത്തി വീണ്ടൊന്നുമില്ലല്ലോ. അത് വിട്ടേ. ഇനി ചെയ്യേണ്ട എന്താന്ന് ആലോചിക്കാം. രാവിലെ ഫസ്റ്റിംഗ് ഒരു വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാ. ഞാനൊരു തമാശ പറഞ്ഞതായിരുന്നു എന്ന് പറ, എന്ത് വേണേലും പറ. നമുക്ക് ഗ്രാൻഡായിട്ട് നടത്തി കളയാം. സൊസൈറ്റിയിൽ 10 പേര് നിന്നെ അറിയാനായിട്ട് ഗംഭീരമായിട്ട് ഇവിടെ വെച്ച് തന്നെ ഒരു റിസപ്ഷൻ. അച്ഛനോട് ഞാൻ തന്നെ വന്ന് പറയണം. വേണ്ട, ഞാൻ പോവാം. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. കാറെടുക്കാൻ പറ. പോടാ. വേണുവിനെ ഞാൻ തെറ്റു പറയില്ല. അവര് പറഞ്ഞ് ധരിപ്പിച്ചു. മാഷ വീട്ടുകാരും പറഞ്ഞ് അയാൾ എന്തൊക്കെ ധരിപ്പിച്ചു. അതല്ലേ ഉണ്ടായത്? അങ്ങനെ അങ്ങോട്ട് പറയാൻ വയ്ക്കോ? അല്ല, ഞാൻ അവളുണ്ടല്ലോ, ആ മാലതി, അതെന്താ സാധനം? അവളെയൊക്കെ എന്താടോള് പറഞ്ഞത്? എന്റെ മകള് അവളുടെ ചെക്കനെ കണ്ട് മോഹിച്ചിരിക്കാന്നോ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയണ്ടേ? തന്റെ മുമ്പിൽ ചോദിക്കാലോ. ദേവിയോടെ വിളിക്കേ, ഇങ്ങനെ വിളിക്കേ. അവള് അമ്പലത്തിൽ പോയിരിക്ക. നിനക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? ഇവിടെയൊക്കെ കളിച്ചു വളർന്ന കുട്ടിയാ രാജനും. ഇനിയിപ്പോ കുട്ടിക്കാലത്ത് അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോന്ന് അത് നമുക്കറിയില്ലല്ലോ. കുട്ടിക്കാലത്ത് പലതും ചെയ്യും. അപ്പി വാരി കളിക്കില്ലേ? വലുതാകും പാർക്കും ചെയ്യുവോ? അപ്പോ ഞാൻ എന്താണാവോ അവിടെ പറയേണ്ടത്? അയ്യോ, അവര് നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാ, അതും മറക്കണ്ട. ധിക്കാരം പറയരുത്. ഇവിടുത്തെ കുട്ടിയുടെ കാര്യം ഞങ്ങൾ ഇപ്പോ ആലോചിക്കുന്നില്ല. അവളെ ഇനിയും പഠിപ്പിക്കാൻ പോവാ. തൽക്കാലം അങ്ങനെ പറഞ്ഞാൽ മതി. കഴിഞ്ഞില്ലേ? ഓ, പോയില്ലേ? പോയി. ഇന്ന് വീണ്ടും വന്നതാ. എഴുത്തച്ഛനെ അച്ഛനങ്ങടെ അയച്ചിരുന്നു. ചടങ്ങ് മാത്രം മതി ഇവിടെ. അവിടെ ടൗണില് വേണുവേട്ടനൊരു റിസപ്ഷൻ അറേഞ്ച് ചെയ്യണ്ട അത്രേ. പറഞ്ഞില്ലേ, ഞാൻ MSc അപ്ലൈ ചെയ്തിട്ടുണ്ട്. 2 കൊല്ലത്തേക്ക് ആരും ഒന്നും ആലോചിക്കണ്ട. അച്ഛനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ അങ്ങനെ പറയണ? ഒന്നുമില്ല. എങ്ങനെയെങ്കിലും ഈ കാട്ടുമുക്കിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാ മതിയെന്ന് നീ തന്നെയല്ലേ എഴുതിയിരുന്നത്? അതിനല്ലേ ഞാൻ വീണ്ടും പഠിക്കാൻ പോണ്. ഇപ്പോഴെന്താ പെട്ടെന്നൊരു ഭൂതോദയം? MSc എടുക്കണമെന്നൊരു വാശി? പഠിക്കുന്നത് ഒരു വാശിക്കാ? രാജേട്ടൻ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. ഒക്കെ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു.